നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ തുടങ്ങിയല്ലേ. അപ്പം ഇവിടെ വല്ലാണ്ട് മഴയൊന്നും ഇല്ല കേട്ടോ. ഈ വ്ളോഗ് എടുത്ത ദിവസം രാവിലെ ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ മാവൊക്കെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാണ്. തലേ ദിവസം തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഉണ്ണി കൊച്ചിക്ക് പോയി കേട്ടോ. അപ്പോൾ അവൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. പക്ഷെ അവന് ഫീസും പിന്നെ നമുക്ക് സ്റ്റേയും അങ്ങനെ കുറച്ചധികം ചിലവുകൾ വരണതുകൊണ്ട് തന്നെ അവൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഉണ്ണിക്കും അതുപോലെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സ്റ്റേയും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവരുടെ അണ്ടറിൽ തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ആ ജോബ് റെഡി ആയപ്പോൾ അവൻ കൊച്ചിയിൽ പോയി കേട്ടോ. അപ്പം ഞാനും അച്ചുമോനും മാത്രമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അച്ചുവിന് ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആണ് മെയിനായിട്ട് സാമ്പാറൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അറിയാലോ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയായാലും കറണ്ട് പോക്ക് ഉണ്ടാവും. അപ്പോൾ രാവിലെയൊക്കെ കറണ്ട് പോയാൽ ബുദ്ധിമുട്ടാണ്. അരയ്ക്കാനൊക്കെ കറിയൊക്കെ അരച്ചിട്ടാണല്ലോ നമ്മൾ സാമ്പാറിന് തേങ്ങയൊക്കെ അരച്ചിട്ടാണല്ലോ വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ആക്കി വെച്ചു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. 2 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം എനിക്കും ഒരെണ്ണം അച്ചുവിനും വേണ്ടിയിട്ടാണ്. മുട്ട കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് കുറച്ചധികം ഹെൽത്ത് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഭയങ്കര അധികം ഹെൽത്ത് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഒരു ഡയറ്റിൽ തന്നെയാണ് പോയോണ്ടിരിക്കണേ. അത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡയറ്റ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ഡയറ്റ് എടുത്തിട്ടാണ് പോണേ കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ കിട്ടാൻ കൂടുതൽ നമുക്ക് ഈ മുട്ടയിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. ചായ നിർബന്ധമായി തുടങ്ങി വീണ്ടും. ഇതൊരു സമയത്ത് നിർത്തിയതായിരുന്നു, പക്ഷെ വീണ്ടും കുടിച്ച് ശീലമായി. ഇതിൻ്റെ മെയിൻ ആൾ ഉണ്ണിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഫുള്ള് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി അവൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണെന്നൊക്കെ മനസ്സിലായപ്പം കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആയി കേട്ടോ, അവനും ഞാനും കൂടിയിട്ട്. അപ്പോൾ അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളതുപോലെ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവന് ചായ ഉണ്ടാക്കുമ്പോൾ അവൻ എനിക്കും കൂടെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ചായയിൽ പഞ്ചസാര ചേർക്കില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ അവൻ എന്നെ വീണ്ടും ചായ കുടിപ്പിച്ച് ഇപ്പം അത് ശീലമായി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ റൂമിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ ഉണ്ണീനായിട്ട് കൊച്ചി പോയ അന്ന് KSRTCയിൽ ഇരുന്ന് 3 മണിക്കൂറിൻ്റെ യാത്രയാണ്. അപ്പം വായിക്കാനായിട്ട് അന്ന് ബാഗിൽ കൊണ്ടുപോയതാട്ടോ രണ്ടാം മൂഴത്തിൻ്റെ ഈ ഒരു ബുക്ക്. അപ്പം അന്ന് കുറച്ച് നേരം ഇങ്ങനെ ബസ്സിലിരുന്ന് വായിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ മൂടത്ര ശരിയല്ല, കാരണം ഞാൻ കുട്ടികളെ അങ്ങനെ വിട്ട് തീരെ നിന്നിട്ടില്ലല്ലോ. അപ്പം മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിതേ ടേബിളിൻ്റെ മുകളിൽ ഇവിടെ വെച്ചു കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ബുക്കൊക്കെ വീണ്ടും വായിച്ചു തുടങ്ങണമെന്ന്. 2 മൂഴൊക്കെ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ വായിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ വായിക്കണം, ഒക്കെ ഞാൻ മറന്നുപോയി എല്ലാം. അപ്പോൾ ഒന്നുകൂടെ വായിക്കണം എന്ന് കരുതിയിട്ട് വെച്ചതായിരുന്നു. 2 മൂഴം മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള ബുക്കുകളിൽ ഒരു വട്ടം വായിച്ചിട്ട് പിന്നെ വായിക്കാൻ വേണ്ടിയിരിക്കുന്ന ബുക്കുകളും തീരെ വായിക്കാത്ത ബുക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ വായന വീണ്ടും തുടങ്ങണം. ഇപ്പം കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫോണിലാണല്ലോ നോക്കുക. അപ്പം ബുക്ക് വായിക്കുന്നത് വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പ്ലാനർ എഴുതാറുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ പ്ലാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാനർ തീർന്നു പോയപ്പോൾ, അതായത് അത് 3 മാസം അങ്ങനെ മാറ്റി ഉപയോഗിക്കുന്ന പ്ലാനറായിരുന്നു. ഞാൻ ചാർപ്പായി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അതാണ് യൂസ് ചെയ്തിരുന്നത് ഇതിന് മുന്നേ. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുതിയ പ്ലാനർ വാങ്ങിയില്ല. ഞാനൊരു നോട്ട് ബുക്കിനകത്താണ് ഇപ്പം പ്ലാനറായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി കേട്ടോ. നമ്മൾ പ്ലാനർ മേടിക്കുമ്പം അതിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക അല്ലേ. നോട്ട്ബുക്കിലാകുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ എനിക്ക് ഇതെന്തായാലും ഇഷ്ടമായിട്ടോ. ഞാനൊരു ദിവസം എൻ്റെ പ്ലാനർ വിശദമായിട്ട് ഞാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരാം.
അപ്പം ഞാൻ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിൽ വന്നു കേട്ടോ. ലഞ്ച് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം എനിക്കും അച്ഛനും മാത്രമാണല്ലോ. അച്ഛന് പിന്നെ എന്താ പറയുക, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുമല്ല. അതേപോലെ തന്നെ ചില ഭക്ഷണം മാത്രമേ കഴിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പാടാട്ടോ. ഒരുവിധം സാധനങ്ങളൊന്നും അച്ചു കഴിക്കില്ല. അപ്പം എനിക്ക് വേണ്ടിയിട്ട് കൈപ്പയ്ക്ക, നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം കൈപ്പയ്ക്കയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന്. അപ്പോൾ പിന്നെ സാമ്പാർ എപ്പോഴും വെക്കുന്ന കാരണം കൊണ്ട് തന്നെ കൈപ്പയ്ക്ക എപ്പോഴും ഞാൻ മേടിച്ച് വെക്കും കേട്ടോ. കഴിയുമ്പോൾ ഞാൻ വാങ്ങി വെക്കും. അപ്പം ഇന്ന് കൈപ്പയ്ക്ക കൊണ്ടുള്ള ഒരു കൂട്ടാനാണ് വെക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം മുന്നേ ഉണ്ടാക്കി നോക്കിയപ്പം എനിക്ക് ചോറിലേക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കൂട്ടാൻ എന്ന് വെച്ചാൽ ഒഴിച്ച് കറി പോലെയല്ല, കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഒരു കൂട്ടാൻ. അപ്പം കയ്പ്പയ്ക്ക ഒരു പകുതി കയ്പ്പയ്ക്ക മതി. ഇത് എനിക്ക് രാവിലേക്കും വൈകുന്നേരത്തേക്കും കണക്കാക്കിയിട്ടാണ് ഞാൻ വെക്കണേ കേട്ടോ. അപ്പം മറ്റത് ഞാനിപ്പോൾ ഉണ്ണി പോയതിന് ശേഷം 2 നേരം ഭക്ഷണം വെക്കുന്നത് നിർത്തി കേട്ടോ. ഞാനിപ്പോൾ ഒരു നേരം വെച്ച് അതിലങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഭക്ഷണമല്ലേ വേണ്ടു, നമ്മൾ 2 പേർക്ക്. അധികം തീരെ ചോറൊന്നും കഴിക്കില്ല, ഞാനും വളരെ കുറച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നേരം വെച്ചാൽ 2 നേരത്തേക്ക് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല കൂട്ടാനും അതെ കൂടുതലുണ്ടാവും. ഇപ്പം ഇവിടെ എന്ത് കൂട്ടാൻ വെക്കുമ്പോഴും ഞാനും ഉണ്ണിയാണല്ലോ കഴിക്കുക. അച്ഛന് അങ്ങനെ എല്ലാം പറ്റാത്തതുകൊണ്ട് കൂട്ടാനൊക്കെ ചിലവായി പോവാറുണ്ട് കേട്ടോ. ഒരു ദിവസം വെച്ചത് അന്ന് തന്നെ തീരാറുണ്ട്. ഇപ്പം കറിയൊക്കെ കൂടുതൽ വരുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, കുറച്ച് വെക്കുക. കൂടുതൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അളവ് കുറച്ചിട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. കയ്പ്പയ്ക്ക അരിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടാനിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സബോളയൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്പ്പയ്ക്ക ഒന്ന് മുരിയിച്ചെടുക്കാനായിട്ട്. കയ്പ്പയ്ക്കയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അത് നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഒരു ഇളം ബ്രൗൺ കളർ ആക്കണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വ്ളോഗ് വരാത്തതുകൊണ്ട് എല്ലാവരും നമ്മുടെ മേക്കപ്പ് വീഡിയോൻ്റെ കടിയിൽ വന്നിട്ട് ഇപ്പോഴും മേക്കപ്പ് ആണോ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കമൻ്റൊക്കെ വരുന്നുണ്ട്. ഈ മേക്കപ്പ് വീഡിയോ ഇടുന്നത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്കതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ഇൻകം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യണേ കേട്ടോ. പിന്നെ ഞാനത് ഇനിയിപ്പം അങ്ങനത്തെ വീഡിയോസ് കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് കൂപ്പൺ കോഡ് തരേ അല്ലെങ്കിൽ നിങ്ങളിത് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ നമുക്ക് ഒരു വീഡിയോൻ്റെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് ഇതിനകത്തുള്ളതെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും അതിനോട് താല്പര്യമുള്ള എനിക്കിഷ്ടമാണ് മേക്കപ്പ് വീഡിയോസ് കാണാൻ. ഞാൻ ഒരുപാട് കാണാൻ ഒരു വീഡിയോ കണ്ടാൽ പിന്നെ അടുത്തത് അങ്ങനെ കുറേ മേക്കപ്പ് വീഡിയോസ് കാണുന്ന ആളാണ്. അതൊരു രസമാണ്. എനിക്ക് വ്ളോഗ് കാണുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം മേക്കപ്പ് വീഡിയോ കാണാൻ കേട്ടോ. ഞാൻ വ്ളോഗുകൾ വേറെ അധികം കാണാറില്ല. മേക്കപ്പ് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസും പിന്നെ നല്ല ഭംഗിയിൽ കണ്ണ് എഴുതുന്നതും അങ്ങനത്തെ ഒക്കെ ഞാൻ കാണും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും കുറച്ച് പേർക്കും എന്നെ പോലത്തെ അങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവില്ലേ എന്ന് കരുതിയിട്ടും കൂടിയാണ് നമ്മളത് ചെയ്യണത്. മുന്നേ ഡ്രസ് ഹോൾ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കുറേ പേര് ഇതുപോലെ കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു, എപ്പോഴും ഡ്രസ് ഹോളാണോ ചോദിച്ചിട്ട്. അപ്പം അതിൻ്റെ വേറൊരു രീതി മാത്രം. എന്നാൽ നിങ്ങളെല്ലാവരും വ്ളോഗ് കാണുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ ഇപ്പോൾ ഒരു 10,000 പേര് പോലും അത് വ്ളോഗ് കാണുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറയും വ്ളോഗ് ഇട്. അപ്പം കാണുകയാണ്, എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര പേര് വീഡിയോ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് പോവും, കൂടുതൽ ആൾക്കാർ കാണും. അപ്പോൾ എനിക്കും വീഡിയോ ഇടാൻ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. കറി ഞാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അച്ഛന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവന് അത് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇനിയിപ്പോൾ ഒന്നുമില്ല ചോറിക്ക് വെച്ചാലും അവന് ഇഷ്ടമുള്ളതൊന്നും ഇല്ലെങ്കിലും അതുണ്ടെങ്കിൽ അവൻ മോര് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചോളും. പിന്നെ മുതിര എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അതും അച്ഛന് വേണ്ടിയിട്ടാട്ടോ.
അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ ഞങ്ങൾക്ക് 2 നേരത്തേക്ക് കണക്കാക്കി ഉണ്ടാവും. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൈപ്പയ്ക്ക കൂട്ടാനിലേക്ക് തക്കാളിയും സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് കുഴഞ്ഞ് വരുന്ന സമയമാകുമ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്രയും പൊടികളും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ല എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പം ആ കയ്പ്പയ്ക്കയും കൂടി ഇട്ടിട്ട് നല്ലൊരു തിള വന്ന് കുറുകി വരുമ്പോൾ അങ്ങോട്ട് വാങ്ങി വെക്കുക ചെയ്യണം കേട്ടോ. എനിക്ക് ഈ കറി നല്ല ഇഷ്ടമാണ്. പിന്നെ കയ്പ്പയ്ക്കയുടെ ആ ഒരു കയ്പ്പുണ്ടല്ലോ അതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ തക്കാളി കുറച്ചിട്ട് കൂടുതലിട്ട് കഴിഞ്ഞാൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് തീരെ അറിയില്ല കേട്ടോ. അപ്പോൾ നല്ല സ്വാദാണ് ചോറിക്ക്. നമ്മൾ വെറുതെ ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ളിയും സബോളയും എന്താണിത് കിട്ടുന്നില്ലല്ലോ പറയാൻ, ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ള കറി നമ്മൾ ഉണ്ടാക്കില്ല. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ കുറച്ചുകൂടെ രുചിയുണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്ര മതി. എനിക്ക് ഇത് നന്നായിട്ട് കുറുക്കി നമ്മളിങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കി ഒന്ന് കുറുകി വരുമ്പോൾ 2 നേരത്തേക്ക് ഇത് ധാരാളമാണ്. അപ്പം ഞാൻ മുതിര ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ കടലയും മുതിരയും ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി അരിയല്ല ചെയ്യുക, ഇതേമാതിരി ചതച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഉണക്കമുളകും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അമ്മിയും ഇട്ടിട്ട് ഒന്നിങ്ങനെ എന്താ അതിന് പറയൊരു എന്തൊരു വാക്കമ്മ പറയും, അതിങ്ങനെ അരക്കിയല്ല പൊടിക്കുന്നതിന് വേറെന്തോ ഒരു വേട് പറയും. അപ്പം അങ്ങനെ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് വേറൊരു രുചിയാണ് തോന്നുന്നുണ്ട് അല്ലേ നമ്മൾ അരിഞ്ഞെടുക്കണേക്കാട്ടിലും. അപ്പോൾ ഞാൻ മറ്റേ നമ്മൾ ഈ കുത്തുന്ന ആ സാധനം ഉണ്ടല്ലോ ഇതിങ്ങനെ ചതയ്ക്കാൻ വേണ്ടി, അപ്പോൾ ആ ഒരു ഗ്ലാസ് മധുരത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ എടുക്കാറില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചതയ്ക്കണേക്കാട്ട് എനിക്കിഷ്ടം കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് എങ്ങനെ പതുക്കൊന്ന് ചതയ്ക്കുകയാണ്. കാര്യം പെട്ടെന്ന് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെക്കുമ്പോഴാണ് വേഗം ചതഞ്ഞ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക കൂട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതങ്ങനെ വാങ്ങി വെച്ചു കേട്ടോ. ഇനി മുതിര വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. വറവിടാണ്. കടുകും പിന്നെ കുറച്ച് ചില്ലി ഫ്ലാക്സ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുതിരയും കൂടി മിക്സ് ചെയ്യുക. തേങ്ങയും കൂടി ചേർക്കണ്ട കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ മുതിര ഉപ്പേരി കൂടുതൽ ചോറിനെക്കാട്ടിയും കൂടുതൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെയാണ് എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കി തരിക കേട്ടോ. പിന്നെ ചിലപ്പോൾ അമ്മ ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇല്ലേ വാഴയുടെ, അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയ ദിവസങ്ങളിലുണ്ടല്ലോ വീട്ടിൽ യുദ്ധം. എന്താ വെച്ചാൽ എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ണിപ്പിണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് കൂടുതലും ഈ പച്ചക്കറികൾ വാങ്ങിയിട്ട് കൂട്ടാൻ വെക്കുന്നേക്കാൾ കൂടുതൽ ഈ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ കൂട്ടാൻ വയ്ക്കുക. ചേന, ചേമ്പ്, ഉണ്ണിപ്പിണ്ടി, പിന്നെ നമ്മളെ പാവയ്ക്ക, ഇതൊക്കെ പാവയ്ക്കല്ല കൊപ്പക്കായ എന്ന് ഞങ്ങൾ പറയും. എന്താ അതിന് പറയുക, പപ്പായ, ഇതൊക്കെയല്ലേ കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ എനിക്ക് ഈ വക സാധനങ്ങളൊന്നും തന്നെ ഇഷ്ടമല്ല. അതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഉണ്ണിപ്പിണ്ടി. അപ്പം ഇതിൻ്റെ നാരൊക്കെ കൂടി കാണുമ്പോഴേക്കും ഇത് തൊണ്ടയിലിരിക്കും, തുടങ്ങും, പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കാറില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എൻ്റെ വീഡിയോസ് എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടോ എനിക്കറിയില്ല, എന്നാലും ഒരു 80% കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ വ്യൂവേഴ്സിൽ. ഞാൻ ഇന്നേ വരെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്തൊരു സാധനമാണ് ഈ ഉണ്ണിപ്പിണ്ടി പറയുന്നത്. എന്താ വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ മുതിര ഉപ്പേരി വറവിട്ടിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അച്ചുമോനുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അത് മുഴുവനൊന്നും എടുക്കണില്ല കേട്ടോ. അതിപ്പോൾ 2 ദിവസത്തേക്ക് ഉള്ളതുണ്ട്. അപ്പോൾ ഒരു 3-4 എണ്ണം ആയിക്കഴിഞ്ഞാൽ തന്നെ അവൻ സുഖമായിട്ട് ഊണ് വെച്ചോളും. അപ്പോൾ അതങ്ങനെ വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം എനിക്കുള്ള ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കുള്ള ചോറ് വിളമ്പി. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഇപ്പോൾ വീണ്ടും ചോറുണ്ണലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ചോറുണ്ണൽ തുടങ്ങാന്ന് വെച്ചാൽ കുറച്ച് കൂടുതലെടുത്ത് അത് ഈ ചോറിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എന്ത് ഭക്ഷണം ലിമിറ്റ് കുറച്ച് കഴിക്കാൻ പറ്റും. ചോറ് നമ്മളെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് കുറച്ചെടുക്കുമ്പോൾ, വീണ്ടും കഴിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം വരും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം ക്യാരറ്റും പിന്നെ കുക്കുമ്പറും ഒക്കെ കൂടെ എടുത്തിട്ട് അത് ആദ്യം കുറേ കഴിക്കും. അതാണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പൊന്ന് കുറച്ചൊന്ന് സമാധാനമാവും. പിന്നെ നമ്മൾ കഴിക്കുന്ന ചോറുകൊണ്ട് നമ്മുടെ വയറ് നിറഞ്ഞ പോലെ തോന്നും. അപ്പം അതാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അല്ലാണ്ട് ചോറാണ് ആദ്യം ഉണ്ട് തുടങ്ങി വെച്ചാൽ നമുക്ക് ആ ചോറ് തന്നെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ ബാക്കി ഇനി ഇപ്പം എത്ര സൈഡ് ഡിഷ് കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമില്ല, ചോറാണ് ആദ്യം ഉണ്ട് തീർന്നു വെച്ചാൽ വീണ്ടും ചോറ് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പം നിങ്ങൾ ചോറ് ഉണ്ടിട്ട് തന്നെ നമുക്ക് ഡയറ്റിൽ ചോറ് വേണം എന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് ചോറ്. ഇനിയിപ്പം എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ വല്ലാണ്ട് ഡയറ്റ് ചെയ്യണവരൊക്കെ കാണുമ്പോഴേക്കും എന്തിനാ ഇങ്ങനെ തടി കുറച്ച് ജീവിക്കണം, ഇത്തിരി ഊണ് വെച്ചിട്ട് അതല്ലേ സ്വർഗം, ലേശം ഊണ് ഉച്ചയ്ക്കൊക്കെ കഴിക്കണത്. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കും കേട്ടോ. പിന്നെ ഞാൻ മോരെടുത്തിട്ടുണ്ട്, അതും കൂടെ ആയപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട പ്രോട്ടീനും കാർബ്സും പിന്നെന്താ ഫൈബറും പിന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.